നമസ്തേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് നാംധാതു ക്രിയയാണ് നോക്കുന്നത്. ഹിന്ദിയിൽ ക്രിയകൾ 3 തരത്തിലുണ്ട്. അതിൽ രണ്ടാമത്തെ ഭേദമായിട്ടുള്ള പ്രയോഗിക രചനാകെ ആധാർ പർ 7 തരത്തിൽ വീണ്ടും തിരിച്ചിട്ടുണ്ട്. അതിൽ 4ാമത്തെ ഭേദമാണ് നാംധാതു ക്രിയ. സാമാന്യക്രിയ, സഹായക്രിയ, സംയുക്ത ക്രിയ ഇവ 3ഉം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് പോയി കാണുക. നാംധാതു ക്രിയ എന്ന് പറയുമ്പോൾ നാമമാണ് അല്ലേ? എന്താണ് നാംധാതു ക്രിയ എന്നുള്ളത് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാം. നാംധാതു ക്രിയ സംജ്ഞയിൽ നിന്നും സർവനാമത്തിൽ നിന്നും വിശേഷണങ്ങളിൽ നിന്നും ഉണ്ടാവാം. അപ്പോൾ വിശേഷൻ എന്ന് പറയുമ്പോൾ സംജ്ഞയെ വിശേഷിപ്പിക്കുന്നതാണ് വിശേഷൻ അല്ലേ? സർവനാമം എന്ന് പറയുമ്പോൾ സംജ്ഞയ്ക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്നതാണ് സർവനാമം. സർവനാമത്തിൽ നിന്നുണ്ടാകുന്നത് അപ്ന എന്നുള്ളതാണ്. അപ്ന എന്നുള്ളത് സർവനാമമാണ്. അതിൽ നിന്ന് അപ്നാന എന്നുള്ള നാംധാതു ക്രിയയാണ് ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് നാംധാതു ക്രിയ നോക്കാം. संज्ञा सर्वनाम तथा विशेषण शब्दों से बने क्रियापद को नामधातु क्रिയ कहलाते हैं. സംജ്ഞയിൽ നിന്നും സർവനാമത്തിൽ നിന്നും അതുപോലെ വിശേഷണ ശബ്ദങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ക്രിയാപദത്തെയാണ് നമ്മൾ നാംധാതു ക്രിയ എന്ന് പറയുന്നത്. സംജ്ഞ എന്ന് പറഞ്ഞാൽ നാമം, സർവനാം സംജ്ഞയ്ക്ക് പകരം ഉപയോഗിക്കുന്നു. വിശേഷൻ നമ്മൾ സംജ്ഞയെ വിശേഷിപ്പിക്കുന്നു അല്ലെ, ആഡ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ക്രിയയാണ് നമ്മൾ നാംധാതു ക്രിയ എന്ന് വിളിക്കുന്നത്. സർവനാമം ഒന്ന് മാത്രമാണുള്ളത്. അപ്ന എന്നുള്ള സർവനാമത്തിൽ നിന്ന് അപ്നാന എന്നുള്ള നാംധാതു ക്രിയയാണ് ഉണ്ടാകുന്നത്. ആ ഒരു സർവനാമം മാത്രമാണ് ഹിന്ദിയിലുള്ളത്. അപ്ന, അപ്നാസെ, അപ്നാന. സർവനാമത്തിൽ നിന്നുണ്ടാകുന്ന നാംധാതു ക്രിയ ഏതാണ്? അപ്നാന, അപ്നാസെ, അപ്നാന. സംജ്ഞയിൽ നിന്ന് ഒരുപാടുണ്ടാകുന്നുണ്ട്. സർവനാമത്തിൽ നിന്ന് ഈ ഒന്ന് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ബാക്കി നമ്മൾ കാണാറില്ല, റെയറായിട്ടാണ് വരാറ്. നമുക്ക് ഉദാഹരണം നോക്കാം. രാധ ബഹുത് ബദിയാത്തി ഹെ. രാധ വളരെ സംസാരിക്കുന്നവളാണ് അല്ലേ? ബദിയാത്തി ഹെ എന്ന് പറഞ്ഞാൽ എന്താ? നന്നായി കുറച്ച് കൂടുതൽ സംസാരിക്കുന്ന ആളെയാണ് നമ്മൾ ബദിയാത്തി ഹെ എന്ന് പറയും. ബാപ് കെ ലിയെ ചായ് ഗർമാ ദോ അല്ലേ? ബാപ് കെ ലിയെ ചായ് ഗർമാ ദോ. ചായ ചൂടാക്കാനാണ് പറയുന്നത്. പിതാവിന് വേണ്ടി ചായ ചൂടാക്കൂ. ഗർമാ ദോ. ഗരം എന്നുള്ളത് വിശേഷണമാണ്. അപ്പോൾ ഗരം സെ ഗർമാന, ഗരം സെ ഗർമാന എന്നുള്ള നാംധാതു ക്രിയ ഉണ്ട്. അതുപോലെ ബാത് സെ ബദിയാന, ഗുസ്സാ സെ ഗുസ്സാന, അപ്ന സെ അപ്നാന, ശർമ്മ സെ ശർമാന, ചൂട്ട് സെ ചുട്ടുലാന. അപ്പോൾ ഇത്രയും നാംധാതു ക്രിയകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇതിലും കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ എന്താണ് നാംധാതു ക്രിയ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദ്. പിന്നെ ഒരു കാര്യം, ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ധന്യവാദ്.